ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് IPLന്റെ ഓപ്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത പ്രാവശ്യം മെഗാ ഓപ്ഷനാണ്. ഈ വരുന്ന ഡിസംബറിലാണ് ലേലം വിളി നടക്കുന്നത്. ഇപ്പോഴിതാ അടുത്ത ലേലത്തിൽ പുതിയ നിയമങ്ങൾ വന്നിരിക്കുകയാണ്. ഒരു ടീമിൽ 3 താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കൂ. ഒരു RTM കാർഡുമുണ്ട്. ഇതിനർത്ഥം അടുത്ത IPLൽ എല്ലാ ടീമും അടിമുടി മാറുമെന്ന് തന്നെയാണ്. 3 താരങ്ങൾ മാത്രം, ബാക്കി എല്ലാ താരങ്ങളെയും റിലീസ് ചെയ്യണം. BCCI 5 താരങ്ങളെ നിലനിർത്താൻ സമ്മതിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇപ്പോൾ 3 താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കൂ. ഡിസംബറിൽ IPL മെഗാ ഓപ്ഷൻ നടക്കും. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ മത്സരത്തിൽ വിരാട് കോഹ്ലി ഇല്ലാത്തതുകൊണ്ടാണ് സഞ്ജുവിന് ചാൻസ് കിട്ടിയത്. കോഹ്ലി വന്നാൽ സഞ്ജുവിൻ്റെ അവസരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ജയ്സ്വാളിനെ അവർ തിരിച്ചു വിളിക്കാനും സാധ്യതയുണ്ട്. സഞ്ജുവിന് വീണ്ടും വാട്ടർ ബോയ് ആകേണ്ടി വരുമോ? ഋഷഭ് പന്താണെങ്കിൽ ഫോം ആവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സഞ്ജു ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. അടുത്ത മത്സരം അയർലൻഡുമായിട്ടാണ്. ആ മാച്ചിൽ ഇന്ത്യ ഉറപ്പായിട്ടും ജയിക്കും. എന്നാൽ ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത് പാകിസ്ഥാനെതിരെയുള്ള മാച്ചിന് വേണ്ടിയാണ്. അതുകൊണ്ട് അടുത്ത മാച്ചിൽ വിരാട് കോഹ്ലി കളിച്ചേക്കില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോഹ്ലി ഓൾറെഡി കഴിവ് തെളിയിച്ച താരമാണ്. അതുകൊണ്ട് കോഹ്ലിക്ക് പരിശീലനം ആവശ്യമില്ല. യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാനാണ് രോഹിത് ശർമ്മയുടെ പദ്ധതി. കോഹ്ലിക്ക് റസ്റ്റ് ആയതുകൊണ്ട് സഞ്ജുവിന് വീണ്ടും അവസരം കിട്ടും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.